രമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, അടുത്ത 14-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ശരിയാണ്, 13 വരെ എടുത്തു അല്ലേ? ഓ, 13 എടുക്കേണ്ടത്. അതെ, അധ്യായം 13 സുഖം. അപ്പോൾ ജനകൻ അടുത്തത് സുഖത്തെപ്പറ്റി പറയുന്നതാണ്. അതായത് എന്തെല്ലാം അഷ്ടാവക്രൻ പഠിപ്പിച്ചുവോ അത് ജനകന് മനസ്സിലായതുപോലെ ജനകൻ മുമ്പിൽ വയ്ക്കുകയാണ്. അപ്പോഴാണത് യഥാർത്ഥത്തിൽ ഗുരു ഉദ്ദേശിച്ച പോലെ തന്നെ ശിഷ്യന് കിട്ടിയോ. 3 തരം ഗുരുശിഷ്യ പാരസ്പര്യങ്ങളുണ്ടെന്നാണ് പറയുക. ഒന്ന്, ഗുരുവിൻ്റെ നിശബ്ദതയെ മനസ്സിലാക്കുന്ന ഗുരുശിഷ്യ പാരസ്പര്യം. അതേറ്റവും ശ്രേഷ്ഠമാണെന്നാണ്. ആ ഗുരുവിൻ്റെ നിശബ്ദതയെ അറിവുണ്ടാവുക. ഗുരുവിൻ്റെ നിശബ്ദതയിൽ ഒന്നേ ഉള്ളൂ, ആത്മബോധം മാത്രം. അതിന് കേട് വരാതെ, ആ ആത്മബോധത്തെ അധ്യസിക്കാതെ ലൗകിക വിഷയങ്ങളിൽ എത്രത്തോളം മനസ്സ് വ്യാപരിക്കുന്നു, ബുദ്ധി വ്യാപരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നു, അത്രത്തോളം മാത്രം അതിനെ വിടുക. പുതുതായി ഒരധ്യാസത്തിന് ഈ പാരസ്പര്യം ഇട നൽകാതിരിക്കുക. ഒരു ഗുരുകുലമാണെങ്കിൽ അതിലൊരു ഗുരു, അതിലൊരു ശിഷ്യൻ, അല്ലെങ്കിൽ ഒന്നിലധികം ശിഷ്യന്മാർ ഉണ്ടായാൽ അവർ അതിൻ്റെ സമഷ്ടി കൽപ്പനയിൽ ഗുരുവിൻ്റെ തന്നെ ശരീരമാണ്. ഏതെല്ലാം കർമ്മവാസനകളിൽ അവർ ചെന്ന് വീഴുന്നുവോ അതിൽ സംഭവിക്കുന്ന പാപപുണ്യങ്ങളുടെ 1/6 ആ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ നിശബ്ദതയാണോ അവർ സ്വീകരിച്ചത് എന്ന് ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അറിയേണ്ടതു തന്നെയാണ്. ഗുരുവിൻ്റെ നിശബ്ദത ആത്മബോധത്തിൽ മാത്രമായിരിക്കണം. വിഷയങ്ങളൊന്നും അവിടെയില്ല. വിഷയങ്ങൾ പ്രകൃതിയുടേതാണെന്നും അതിലെ ലാഭനഷ്ടങ്ങളും അതിലെ പുണ്യപാപങ്ങളും എല്ലാം പ്രകൃതിക്കുള്ളതാണെന്നും താൻ അതിൽ വാസനാബദ്ധനല്ലെന്നും അറിഞ്ഞുറച്ചിരിക്കുന്നവനായിരിക്കണം ഗുരുവെന്നാണ് പ്രാചീന സങ്കല്പം. പക്ഷേ ശിഷ്യന് ഗുരുവിനെ അളക്കാനുള്ള അളവുകോൽ വിഷയവാസനകൾ മാത്രമാണ്. താൻ ചെയ്തു വന്ന കർമ്മവ്യാപാരങ്ങളുടെ ജയാപജയങ്ങളെ ആസ്പദമാക്കി തോന്നുന്ന വിഷയതലങ്ങളിൽ മാത്രമാണ്
ഗുരുക്കന്മാരെ അളക്കാൻ ഭക്തനും ശിഷ്യനുമൊക്കെ കഴിയുക. അത്തരം സന്ദർഭങ്ങളിൽ അവയുടെ ഗുരുവാകരുത് എന്ന് ശാസ്ത്രങ്ങൾ പേർത്തും പേർത്തും ആത്മലോകങ്ങളിലൂടെ പോകുന്നവരെ ഓർപ്പിച്ചിട്ടുണ്ട്. അവരോട് സഹവർത്തിത്വവും മറ്റു പാരസ്പര്യങ്ങളുമാവാം. അവരുടെ കണ്ണുകൾ തുറക്കാൻ ഇനിയും സമയമെടുക്കും. കാരണം ഒരാൾ ആത്മലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ലൗകിക പരങ്ങളായ യുക്തികളെയും വിഷയങ്ങളെയും ആസ്പദമാക്കി അളക്കുന്ന അളവുകോലുകളിലൂടെ അളക്കേണ്ടി വരുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ആത്മലോകങ്ങളിൽ എത്താവുന്നവനെ ഭ്രമലോകങ്ങളിലേക്ക് എത്തിക്കുവാൻ ആ പാരസ്പര്യം സഹായിച്ചു എന്നുള്ളതിൻ്റെ പാപവും ആ പരമ്പരയ്ക്ക് വന്നു ചേരും. പരമ്പര നഷ്ടമാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് വിഷയികളാണ് എങ്കിൽ ആ വിഷയതൃപ്തിക്കാണവർ ഗുരുകുലത്തിലെത്തുന്നതെങ്കിൽ വിഷയലോകങ്ങളുടെ ലൗകിക നിയമങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടിന് മാത്രമേ അവർക്കിട നൽകാവൂ എന്ന് സ്മൃതിശാസ്ത്രങ്ങൾ ഗംഭീരമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴെല്ലാം തൻ്റെ ആത്മബോധത്തിൽ നിന്ന് അണുവിട ചലിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇതാണ് പ്രാചീന നീതി. നീതിശാസ്ത്രങ്ങളൊക്കെ ഇവിടെ അയാൾക്ക് വഴികാട്ടിയുമാണ്. അങ്ങനെ ഉള്ള ഒരു തലത്തിൽ ഗുരുവിൽ നിന്ന് ശിഷ്യൻ എത്രത്തോളം ഉൾക്കൊണ്ടു, എന്തിനാണ് അയാൾ എത്തിയത്, എന്താണ് അയാൾ ഉൾക്കൊള്ളുന്നത്, ഏത് പരിണാമമാണ് അയാളിൽ വന്നത് എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതറിഞ്ഞുപദേശിക്കേണ്ടതുമാണ്. ഗുരുവിനെ അനുഭവസമ്പന്നനായി ശിഷ്യൻ കാണുന്നു എങ്കിൽ ജനകൻ്റെ തലവും അഷ്ടാവക്രൻ്റെ തലവും, അഷ്ടാവക്രൻ ജനകന് ഉപദേശങ്ങളെ കൊടുത്തു കഴിഞ്ഞ് മുൻപ് വളരെയധികം തലങ്ങളിൽ നിന്ന് പഠിച്ച ജനകൻ താൻ എന്താണ് ഉൾക്കൊണ്ടത് എന്ന് അഷ്ടാവക്രനോട് വൈഖരിയിലൂടെ സൂചിപ്പിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ജനകൻ്റെ നിശബ്ദത അഷ്ടാവക്രൻ്റെ വാക്കുകൾക്ക് പിന്നിലുള്ള നിശബ്ദതയ്ക്ക് തുല്യമായാൽ ജനകൻ അഷ്ടാവക്രനായി മാറുകയാണ്. ഇത് പരമ്പരാർജിതമായ അറിവിൻ്റെ നിയമവുമാണ്. ജനകൻ്റെ വൈഖരിക്ക് പിന്നിലെ നിശബ്ദത അഷ്ടാവക്രൻ്റെ ഉപദേശത്തിന് പിന്നിലെ അഷ്ടാവക്ര നിശബ്ദതയ്ക്ക് തുല്യമാകുമ്പോൾ ദ്വൈതം അസ്തമിക്കുകയും ഗുരുവും ശിഷ്യനുമെന്ന രണ്ട് ഇല്ലാതാവുകയും ജനകൻ ഗുരുവായി അഷ്ടാവക്രനായി രൂപാന്തരപ്പെടുകയുമാണ്. തന്നിലേക്ക് പരിണമിക്കുന്ന ആ ശിഷ്യൻ്റെ വികാസം അളന്ന് അതിലെത്തിയെന്ന് പറയാൻ ജനകൻ പഠിച്ചത് തുറന്നു വെച്ചേ പറ്റൂ. എങ്ങനെ താൻ അറിഞ്ഞിരിക്കുന്നു? ഇവിടെ അഷ്ടാവക്രൻ ഉപദേശിച്ചതും ജനകൻ പറയുന്നതും തമ്മിൽ നിശബ്ദതയിൽ എത്ര ഭേദമുണ്ട്.
വൈഖരിയിലെ സമാന പദങ്ങൾ ഉപദേശമായി പറയുമ്പോൾ കേൾക്കുന്ന പദവും അത് അനുഭൂതിയായി വരുമ്പോൾ പറയുന്ന പദവും അതിൻ്റെ നിശബ്ദ സീമകളിൽ ഒന്നാകുന്നു എങ്കിൽ ഉപദേശിച്ചവനും ഉൾക്കൊണ്ടവനും വക്താവും ശ്രോതാവും എന്ന രണ്ടക്ഷങ്ങൾ മറയുകയും ശ്രോതവ്യമെന്ന ഒന്നിൽ രണ്ടും സമന്വയിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായൊരു സാമഞ്ജസ്യമുണ്ട്. ഇതാണ് നാം 2 അധ്യായങ്ങളിൽ ഇപ്പോൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് ജനകൻ സുഖത്തെ, അഷ്ടാവക്രൻ ആനന്ദത്തിൻ്റെ സീമകളെ പറഞ്ഞത് ജനകൻ എങ്ങനെ ഉൾക്കൊണ്ടു നോക്കാം. ജനക ഉവാച, ജനകൻ പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ, ഇന്നല്ലേ കിടക്കുന്നത്. അകിഞ്ചന ഭവം സ്വാസ്ഥ്യം കൗബീനത്വേബി ദുർലഭം ത്യാഗാദാനേ വിഹായസ്മാത് അഹമാസേ യഥാ സുഖം അകിഞ്ചന ഭവം സ്വാസ്ഥ്യം കൗബീനത്വേബി ദുർലഭം ത്യാഗാദാനേ വിഹായസ്മാത് അഹമാസേ യഥാ സുഖം. അകിഞ്ചന ഭവം സ്വാസ്ഥ്യം കൗബീനത്വേ അഭി ദുർലഭം അസ്മാത് ത്യാഗാദാനേ വിഹായ അഹം യഥാസുഖം അഹമാസേ യഥാസുഖമാസേ. അകിഞ്ചന ഭവം സ്വാസ്ഥ്യം കൗബീനത്വേ അഭി ദുർലഭമസ്മാത് ത്യാഗാദാനേ വിഹായ അഹം യഥാസുഖം ആസേ. അകിഞ്ചനഭവം നിഷ്കിഞ്ചനത്വം കൊണ്ടുണ്ടാകുന്ന നിഷ്കിഞ്ചനത്വം, കിഞ്ചന അല്പം, അല്പം പോലും ഉണ്ടാകുന്ന സ്വാസ്ഥ്യം, സ്വസ്ഥത, അല്പമെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ എൻ്റെ എന്നത് വലുതായാലും ചെറുതായാലും എൻ്റെ എന്ന തോന്നൽ, ₹1 എൻ്റെയാണ് എന്ന മമതയിലും ₹1,00,000 എൻ്റെയാണെന്ന മമതയിലും മമതയുടെ കാഠിന്യം തുല്യമാണ്. ഇത് വളരെ ഉറപ്പായി ജനകൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ രാജാവാണ്, ഈ രാജ്യം എൻ്റെയാണ് എന്ന് പറയുമ്പോൾ ആ മമത എന്നെ വിഷമിപ്പിക്കുന്നത് എത്രയോ അത്രയും തന്നെ ഈ കൗബീനം എൻ്റെയാണെന്ന് പറഞ്ഞാലും വിഷമിപ്പിക്കും. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ സൈന്യമെത്തുമ്പോൾ എൻ്റെ അന്തരംഗത്തിൽ യുദ്ധോപകരണങ്ങളും ഏറ്റുമുട്ടലുകളും എത്ര ശക്തമായാണോ ആ ശത്രുക്കളോട് നേരിടാൻ എനിക്കുള്ള ധനവും സാധനവും എല്ലാം എടുത്തു നീങ്ങുന്നത്, അതുപോലെ തന്നെയാണ് ഈ കൗബീനം എൻ്റെയാണെന്ന് ധരിക്കുമ്പോൾ അത് കണ്ടിക്കുന്ന ഒരു എലിയോടുള്ള എൻ്റെ സമീപനവും. മനസ്സിലായില്ല?
രണ്ടും തുല്യമാണ്. അതുകൊണ്ട് കൗപീനം മാത്രമുടുത്ത് ഞാൻ നടക്കുന്നു, അയാൾ രാജ്യമൊക്കെ ഉള്ളവനാണ്, അയാൾ കാണിക്കുന്ന ദുഷ്ടതയൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ ലൗകിക ധർമ്മത്തിൽ പറയാനേ ഉള്ളൂ. മമതയുടെ ലോകങ്ങളിൽ അയാളും ഞാനുമായി യാതൊരു വ്യത്യാസവുമില്ല. താരതമ്യങ്ങളും താരതമ്യ പഠനങ്ങളും എല്ലാം ലൗകിക നിയമങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആധ്യാത്മിക തലത്തിൽ വരുമ്പോൾ മമതയുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? കള്ളം തന്നെയാണ്. കക്കുമ്പോൾ രണ്ടുപേരുടെയും മാനസിക വ്യാപാരങ്ങൾ തുല്യവുമാണ്. രണ്ടുപേരും കക്കാൻ കയറുന്നത് ഒരേപോലെയാണ്. കട്ടത് പിടിച്ചാൽ രണ്ടുപേർക്കുമുണ്ടാകുന്ന ഭാവചലനങ്ങളും തുല്യമാണ്. കട്ടതിൻ്റെ വിലയിടുമ്പോൾ മാത്രം ഈ വിലയിടുന്നവൻ്റെ തലത്തിലേ വ്യത്യാസമുള്ളൂ. അത് ഇവരുടെ മനസ്സിൻ്റെ വ്യത്യാസമല്ല, വിലയിടുന്നവൻ്റെ തലത്തിലെ വ്യത്യാസം. ഇവൻ രാജാവാണ്, രാജ്യത്തിൽ മുഴുവൻ മമതയാണ്. മമത രാജ്യത്തിലല്ല, മനസ്സിലാണ്. മനസ്സിലെ മമത വ്യാപകമാണ്. അത് കൗപീനത്തിലെ മമതയും രാജ്യത്തിലെ മമതയും തുല്യമാണ്. അതുകൊണ്ട് ഞാൻ രാജ്യം മമതയോടുകൂടി നോക്കുന്നു. എനിക്ക് മമതയൊക്കെ പോയി, ആകെ ഒരു കൗപീനത്തിലൊരല്പം മമത ബാക്കി, ഒരു വ്യത്യാസവുമില്ല. മമത മമത തന്നെയാണ്. മമതയുടെ സംഘർഷവും ദുഃഖവും രണ്ടും ഒരുപോലെയാണ്, രണ്ട് സ്ഥലത്തും. രണ്ടിലെയും അധ്യാസം തുല്യമാണ്. ഇതാ വളരെ ശക്തമായി പറഞ്ഞിരിക്കും. മമതകളുടെ ലോകം വസ്തുക്കളിൽ, ഭാവങ്ങളിൽ, ആശയങ്ങളിൽ ഒക്കെ പ്രകടമാണ്. അവയൊക്കെ ചിന്തയുടെ വിഷയമാണ്. അതിനെ വിട്ട് ആത്മാവിൽ അധ്യസിക്കാതെ, മമതയില്ലാതെ എൻ്റെ ആശയങ്ങളോടുള്ള മമത, എനിക്ക് ചില ആദർശങ്ങളുണ്ട്, അവയോടുള്ള മമത, വളരെ കുറച്ച് ദ്രവ്യങ്ങളോടെ എനിക്ക് മമതയുള്ളൂ എന്ന് പറയുന്ന അതിനോടുള്ള മമത, വളരെ കൂടുതലുള്ള ചുറ്റുപാടുകളോടുള്ള മമത, എൻ്റെ മമത പോലാണോ അവൻ്റെ മമത? നോക്ക്, അവൻ അതും ഇതുമൊക്കെ പിടിച്ചു വെക്കുകയാണ്. ആ മമത വല്ലതും എനിക്കുണ്ടോ? എനിക്കൊരു ആദർശത്തോടല്ലേ മമതയുള്ളൂ. മനസ്സിലായില്ല? എല്ലാ മമതയിലും ഭാവം ഒരുപോലാണ്. എങ്ങനെയോ അങ്ങനെ എന്ന് വികസിച്ചാൽ, മമതയില്ലെങ്കിൽ മാത്രമാണ് ഈ ശാന്തി ഉണ്ടാവുക, സുഖം ഉണ്ടാവുക. അപ്പോൾ അകിഞ്ചനഭവമായ, നിഷ്കിഞ്ചനമായ, അല്പം പോലുമില്ലാത്ത, അതുകൊണ്ടുള്ള സ്വാസ്ഥ്യം, ഒന്നും എൻ്റെ അല്ല,
പുതിയ ലോകത്തിനത് പറ്റില്ലൊരിക്കലും. ഇന്ന് കാണുന്ന ഒരു മതത്തിനും ഒരു ജാതിക്കും ഒരു വർഗത്തിനും ഒരു വർണ്ണത്തിനും ഒരു ആശ്രമത്തിനും ബ്രഹ്മചര്യത്തിലോ ഗാർഹസ്ഥ്യത്തിലോ വാനപ്രസ്ഥത്തിലോ സന്യാസത്തിലോ ഒന്നും ഇത് പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റില്ല. അതിന് വളരെ ആസൂത്രിതമായൊരു പദമുണ്ട്, ഉത്തരവാദിത്വം. മമതയല്ലിത്, ഉത്തരവാദിത്വം. അവിടെയാണ് നാവടപ്പിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ചിരിച്ചു പിൻവാങ്ങുന്നതാണ് ഉചിതം. പിന്നെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കൂടി വരും. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തോന്നുകയും ചെയ്യും, അപ്പോൾ ഉത്തരവാദിത്വം വേണ്ടെന്നാണോ ഇത് പഠിപ്പിക്കുന്നത്? ഇനിയിപ്പോൾ അടുത്ത ചോദ്യമാണ്. മമത എന്ന പേര് ശാസ്ത്രത്തിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ മമതയുള്ളവൻ പേര് മാറ്റി നമ്പറുകൾ കണ്ടുപിടിക്കും. ചുരുക്കത്തിൽ മമത പോവില്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞിറങ്ങി എൻ്റെ മമത കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം വേറൊരുത്തൻ കാണുന്നു എന്നറിയുമ്പോഴേ, അവൻ്റെ നോട്ടം കാണുമ്പോഴേ, അവൻ്റെ ബോഡിയുടെ ഭാഷ കാണുമ്പോഴേ ഞാൻ മനസ്സിലാക്കും, അഷ്ടാവക്ര ഗീതയൊക്കെ പഠിപ്പിച്ചിട്ട് ഇയാൾ കൊള്ളാം. അയ്യരെ, കാര്യമെന്തൊക്കെയായാലും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെന്നൊന്നില്ലേ? അപ്പം ശിഷ്യന് സമാനായി. ഗുരു ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്. അത് കിട്ടിയതോടുകൂടി വലിയ കാര്യമായി. ഇനി അയാൾ കാണിക്കുന്ന മമതയ്ക്കുമൊക്കെ ഉത്തരവാദിത്തമായി. ഇങ്ങനെ ഉത്തരവാദിത്ത പരമ്പര മമതാ പരമ്പരയിൽ നിന്ന് ഉണ്ടാവും. കളി പഴയത് തന്നെയാണ്. കുപ്പി മാറി വീഞ്ഞ് പഴയത് തന്നെ. കുറയുമോ എന്നാണ് ശങ്ക. മമത പോകുന്നെങ്കിൽ ഇതവിടെ ചെന്നങ്ങ് മുട്ടുമ്പോഴേ പോവും. ഞങ്ങൾക്കുമില്ല നിങ്ങൾക്കുമില്ല, എനിക്കും നിങ്ങൾക്കും എല്ലാം. നിങ്ങളെ മാത്രമായിട്ട് സ്വാമിയെ മുകളിലൊക്കെ ഇരുത്തിയതിൻ്റെ പേരിൽ ഇതൊക്കെ ഈ സ്ഥാനത്തിൻ്റെ മഹിമ കൊണ്ട് പറയാൻ പറ്റുന്നൊന്ന് കൂട്ടിയാൽ മതി. മമത പോകുമോ ഇല്ലയോ എന്നുള്ളത് ഒറ്റയടിക്കാ പോകും, പറഞ്ഞാലും കേട്ടാലും. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് സൂത്രപ്പണി കണ്ടുപിടിക്കും. എന്താ കഥ, ഒറ്റയടിക്ക് പോവും. മമത എന്ന് പറയുന്ന സാധനം ഇവൻ ചെന്നൊരു ഒറ്റ ഇടിയടിക്കുമ്പോൾ എതിലെയാ പോകുന്നതെന്നറിയില്ല. കാരണം അറിവെന്ന് പറയുന്നത് ബോംബിൻ്റെ സ്ഫോടനത്തേക്കാൾ ഉഗ്രം സാധനമാണ്. നൂറ് ശതമാനം ലോകസംഗ്രഹം എന്ന മമത. ലോകസംഗ്രഹമാവുമ്പോഴും തൻ്റെ പ്രവൃത്തിക്കിടയിൽ അതിന് വിലങ്ങുതടിയായി വരുന്നതിനെയൊക്കെ ഒന്ന് പൂശണം. ലോകസംഗ്രഹം കൊണ്ടുള്ള പൂശലായതുകൊണ്ട് പ്രമാണം ഉണ്ടാവും. അഹിംസ പരമോ ധർമ്മ, ധർമ്മഹിംസ തഥൈവ ച. മമതയില്ലാതിരിക്കുമ്പോൾ പ്രകൃതിയുടെ കർമ്മങ്ങളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇന്ദ്രിയങ്ങൾ ഭാഗഭാക്കാകുമ്പോൾ സാക്ഷിയായി ബോധം നിൽക്കുന്നു എങ്കിൽ മമതയില്ല. പ്രകൃതി എത്രത്തോളം കർമ്മം ചെയ്യുന്നു അത്രയും ചെയ്യുന്നു. അവിടെ യാതൊരു മമതയില്ല. അതിങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ആയിപ്പോയി എന്നോർത്ത് ദുഃഖവുമില്ല. മനസ്സിലായി? അവിടെ ലോകസംഗ്രഹമാണ് താൻ ചെയ്യുന്നത് എന്നൊരു മമത പോലുമില്ല.
മറ്റതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ലോകസംഗ്രഹമാണ് എന്ന ബോധം മമതയായി കിടപ്പുണ്ട്. മറ്റതതുമില്ല. എന്താ അങ്ങനെ ചെയ്തത്? അപ്പം അങ്ങനെ ഒരു നിഷ്ഠ വന്നു, ചെയ്തു. അത് തെറ്റായിപ്പോയി. ശരി, ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ ഇനിയും പ്രകൃതി ചെയ്യിപ്പിക്കുമെന്ന് തോന്നു കഴിഞ്ഞാൽ അറിയാതെയാണെങ്കിൽ സമയമേ ഉള്ളൂ. അത് വളരെ നന്നായി നിങ്ങൾ ചെയ്തത്. ശരി, പ്രകൃതിക്ക് നമസ്കാരം, നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിന് നമസ്കാരം. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ്, നിങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ടാണ്, നിങ്ങൾ കാരണമാണ്. അവിടെ ആ പ്രശംസയിൽ മമതയില്ല, അനിന്ദയിൽ മമതയില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും. അകിഞ്ചനഭവമായ അകിഞ്ചനത്വം കൊണ്ടുണ്ടാകുന്ന അല്പം പോലും ഇല്ലാത്ത, അല്പം പോലും ഇല്ലാത്ത സ്വാസ്ഥ്യം, നിഷ്കിഞ്ചനത്വം കാരണമായി വരുന്ന സ്വസ്ഥത. ഒരു ഭാരവും ഇല്ലാത്ത ഇരിപ്പ്, വെയ്റ്റ്ലെസ്നെസ് അല്ലേ? വെയ്റ്റ്ലെസ്നെസ്, വെയ്റ്റ് ഇല്ലായ്മ, ലഗേജ് ലെസ്നെസ് അല്ലേ? മോർ കംഫർട്ട്. അപ്പോൾ ആ ലഗേജ് ലെസ്നെസ് അതില്ല, ഭാരം തീരെയില്ല. ഒരുതരം ഭാരമില്ലായ്മ. ഇത് കൗപീനത്വേ അപി, കൗപീനം പോലും സ്വന്തമെന്ന് കരുതിയാൽ എത്ര പ്രാവശ്യം നോക്കേണ്ടി വരും? ഇതുവല്ലനും എടുത്തുകൊണ്ട് പോയോ, എലി കണ്ടിച്ചോ? പണം നോക്കുന്ന പോലെ തന്നെയാണ് മമത വന്നാൽ കൗപീനം നോക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. കൗപീനത്വേ അപി ദുർലഭം. ആ കൗപീനം പോലും സ്വന്തമെന്ന് കരുതിയാൽ ഉണ്ടാവുക ദുർലഭമാണ്, പ്രയാസമാണ് കിട്ടാൻ. അസ്മാത്, ആ കാരണം കൊണ്ട്, അതിനാൽ, ത്യാഗാദാനേ, ഉപേക്ഷിക്കലും സ്വീകരിക്കലും, വിഹായ, വിട്ട്. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നുമില്ല, സ്വീകരിക്കുന്നുമില്ല, വിട്ട്. അഹം, ഞാൻ, യഥാസുഖം ആസേ, സുഖമായി വർത്തിക്കുന്നു. ഒന്നും ഉപേക്ഷിക്കുന്നില്ല, ഒന്നും സ്വീകരിക്കുന്നില്ല. ഞാൻ ശുദ്ധമാണ് എന്നോർത്ത് വർത്തിക്കുന്നു. നിഷ്കിഞ്ചനത്വം കൊണ്ടുണ്ടാകുന്ന സ്വസ്ഥത ഒരു കൗപീനം പോലും സ്വന്തമാണെന്ന് കരുതിയാൽ ഉണ്ടാവുക പ്രയാസമാണ്. ആകയാൽ തള്ളലും കൊള്ളലും വെടിഞ്ഞ് ഞാൻ സുഖിയായി ഇരിക്കുന്നു. എന്തെങ്കിലും എൻ്റെയാണെന്ന് വിചാരിച്ചാൽ സ്വീകരിച്ചായി. മനസ്സാ സ്വീകരിക്കുന്നത്. ഇതിവിടെ ഇരിക്കുന്നു, ഇത് നാളെ രാവിലെ വേറൊരിടത്തിരിക്കുന്നു, ഇതിന് വ്യത്യാസമൊന്നുമില്ല. ഇതെൻ്റെയാണെന്ന മമത ഒരുപാട് പ്രശ്നമാണ്. ഇങ്ങനെ ഓരോന്നിനോടുമുള്ള മമത എന്നെ അതാതിൽ കെട്ടിയിടുമ്പോൾ ഞാൻ പരിമിതനും അസ്വതന്ത്രനുമായിത്തീരുന്നു. ആ അസ്വാതന്ത്ര്യത്തിന് ഉത്തരവാദിത്വം എന്ന് പേര് പറഞ്ഞാലും
മമത എന്ന് പേര് പറഞ്ഞാലും ദുഃഖം തന്നെയാണ്. ഉത്തരവാദിത്തത്തിൻ്റെതായതുകൊണ്ട് സുഖമൊന്നുമില്ല. ശരിയല്ല. ഉത്തരവാദിത്തമാകുമ്പോൾ അത് സുഖാവുമെന്ന് തോന്നുന്നു. ഇതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ചെയ്താൽ മമത സുഖമാവുമെന്ന് തോന്നുന്നു. ധരിക്കുന്നതല്ല ചോദിച്ചേ, എൻ്റെ മമതയാണിത്. ഞാൻ മമതയിലൊരു കാര്യം ചെയ്യുന്നു, ദുഃഖം ഉണ്ടാകുന്നു. അപ്പോൾ ഞാനൊരാളെ സമീപിക്കുന്നു, ഞാൻ വളരെ ദുഃഖിയാണ്. മമത വെടിഞ്ഞത് നിൻ്റെ ഉത്തരവാദിത്തമാണെന്നോർത്ത് ചെയ്യ്, ദുഃഖം പോകും. സുഖം ഉണ്ടാവുക. ഇത് ഉത്തരവാദിത്തമാണ് എന്നോർത്തിട്ട് പിന്നെ ചെയ്യുകയാണ്. പദമല്ലേ മാറിയുള്ളൂ, അപ്പോഴും മമത തന്നെയല്ലേ. മറിച്ചത് കർമ്മം പ്രകൃതിയാ വരുന്നതാണ്, നിൻ്റെ അല്ല. നീ അതിലില്ല. നീ മുക്തൻ തന്നെയാണ്.